എല്ലാവരും ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു വർഷം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ റിബൺസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു കുർത്തി അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനൊരു റിബൺ എംബ്രോയിഡറി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇല്ലെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു കുർത്തിയോ അല്ലെങ്കിൽ സാരിയോ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കാണിക്കാമെന്ന്. അപ്പോൾ ഇതാണ്, നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ വരും, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും, പെട്ടെന്ന് തന്നെ വീഡിയോ കാണാനും സാധിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ബോട്ട് നെക്കിൽ നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നെക്കിൻ്റെ കുറച്ച് താഴെയായിട്ട് നമുക്ക് ലവ് ഷേപ്പിൽ നമുക്ക് ഡിസൈൻ വരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പേപ്പറിൽ, റഫായിട്ടുള്ളൊരു പേപ്പറിൽ ഞാൻ ഒരു ഇതേപോലെ ഒരു ലവ് ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമ്മുടെ ഫാബ്രിക്കിൻ്റെ മേലെ വെച്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വരച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. ഞാൻ ഇവിടെ 2 കളർ റിബൺസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീഡ്സും എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സാധാരണ ത്രെഡ് വേണം, പിന്നെ കത്രിക വേണം, പിന്നെ നമ്മുടെ ടേപ്പ് സ്ട്രീ നീഡിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഞാൻ ഇതേപോലെ ഹാർട്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ നെക്കിന് കുറച്ച് താഴെയായിട്ട് വെച്ചിട്ട്. ഇതിൽ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ച് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഇങ്ങനെ ഒരു ഓയിൽമെൻറ്റിൻ്റെ ഇതെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററായിട്ട് അവിടെ ഒരു 6 എണ്ണം ഇതേപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 6 എണ്ണം വരച്ചെടുക്കണം. ഫ്ലവർ ചെയ്യാൻ ആവശ്യമുള്ള അത്രയും റിബൺ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ നീഡിലോട്ട് റിബൺ കോർത്തെടുത്തതിന് ശേഷം അതിൻ്റെ മറ്റൊരു സൈഡിൽ കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ചെടുത്ത ആ സർക്കിളിനുള്ളിലൂടെ കുത്തി മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം നമ്മളൊരു ഫ്രഞ്ച് നോട്ടാണ് അവിടെ ചെയ്ത് കൊടുക്കുന്നത്. കറക്റ്റ് സെൻറ്ററിലായിട്ടൊരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ഒരു വട്ടം നൂല് ചുറ്റിയിട്ട് നമ്മുടെ നീഡിൽ അതേപോലെ തന്നെ താഴോട്ട് കുത്തി ഇറക്കുക. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് നോട്ട് റെഡിയായി വരും. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കരുത്. ഒത്തിരി ടൈറ്റ് ചെയ്ത് കൊടുത്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല കാണാൻ. ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് നിർത്തുക. ഈ നമ്മുടെ നീഡിൽ ഈ ഫ്രഞ്ച് നോട്ടിൻ്റെ ഒരു സൈഡിൽ നിന്ന് കുത്തി മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഒരു റോസ് ഫ്ലവറിൻ്റെ രീതിയിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കുത്തിയെടുത്ത നീഡിൽ നമ്മൾ കുറച്ച് ഈ ഫ്രഞ്ച് നോട്ടിൻ്റെ കുറച്ച് മാറിയിട്ട് കുത്തി അതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് കുത്തി മുകളിലോട്ട് എടുക്കുക. ശേഷം അതൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് മുറുക്കിയെടുക്കരുത്, കുറച്ചൊന്ന് ലൂസാക്കി നിർത്തുക. ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ റിബണ് പിടിച്ചു കൊടുക്കുക. നല്ലൊരു ഗ്ലേസിങ് വരുന്നില്ല, ആ ഷൈനിങ് വരുന്ന ഭാഗം പുറത്ത് വരുന്ന രീതിയിൽ റിബണ് കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക. ശേഷം കുറച്ച് മാറിയിട്ട് ആ നീഡിൽ ഒന്നുകൂടെ കുത്തിയിട്ട് അതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് അതേപോലെ തന്നെ മുകളിലോട്ട് പൊന്തിച്ച് എടുക്കുക. അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിലൊരു റോസ് ഫ്ലവറിൻ്റെ രീതിയിൽ ചെയ്തെടുക്കുക. വീഡിയോ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യുന്നത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ നീഡിൽ കുത്തി എടുക്കേണ്ടത് ആ ബാക്കിലുള്ള ആ റിബണിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നീഡിൽ കുത്തി എടുക്കേണ്ടത്.
ഇനി നമ്മുടെ നീഡിൽ താഴോട്ട് ഇറക്കിയിട്ട് അടിയിലൊരു കെട്ടിയിട്ട് കൊടുക്കുക. കെട്ടിടുമ്പോൾ ഒന്ന് ലാമ്പ് വെച്ച് ഉരുക്കി വെക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് വേഗം നമ്മുടെ റിബൺ അഴിഞ്ഞു പോകും. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്ലവറും ചെയ്തെടുക്കുക. ഒരു സൈഡിൽ 6 മറ്റേ സൈഡിൽ 6 അങ്ങനെയാണ്. ഇത് ഫുള്ള് നമ്മൾ ചെയ്തെടുക്കാം. നമ്മുടെ 6 ഫ്ലവറും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലീഫ് തുന്നി കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ ഗ്രീൻ കളറിലുള്ള റിബണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ അടിഭാഗത്തുനിന്ന് ഈ 2 ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് നീഡിൽ മുകളിലോട്ട് കുത്തിയെടുത്തു. അതിനുശേഷം അതൊരു കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ റിബണിൻ്റെ മേലെ തന്നെ കുത്തി താഴോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഒരുപാട് അങ്ങ് വലിച്ച് ടൈറ്റ് ആക്കരുത്, ചെറുതായിട്ട് വലിച്ച് മുകൾ ഭാഗം ഒരു ചെറിയൊരു കുനിപ്പ് പോലെ നിൽക്കണ പോലെ ആക്കിയിട്ട് നിർത്തുക. എന്നിട്ട് ബാക്കി അപ്പുറത്തും ആ വലുതിൻ്റെ 2 സൈഡിലായിട്ടും 2 ചെറുതും കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ മൊത്തം ചെയ്തെടുക്കുക. ഫ്ലവറിൻ്റെ 2 സൈഡിലുമായിട്ട് ഫുള്ള് ഈ ലീഫ് ചെയ്തെടുക്കുക. ഫ്ലവറിൻ്റെ സൈഡിൽ ലീഫൊക്കെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ മേൽഭാഗം ഇങ്ങനെ ഇതേപോലെ തന്നെ ലീഫ് കൊണ്ട് അത് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അറ്റത്തോട്ട് എത്തുമ്പോൾ 2-3 ഞാൻ നമ്മുടെ ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ലീഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ എൻഡിങ് പോയിൻറ്റും കൂടെ താഴ്ഭാഗത്തുള്ള എൻഡിങ് പോയിൻറ്റും കൂടെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിൻ്റെയൊക്കെ ഇടയ്ക്കോടെ ഓറഞ്ച് കളർ റിബൺ കൊണ്ട് ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്ത് കൊടുത്തു. ഞാൻ അതെല്ലാം കാണിച്ചു വരുമ്പോൾ ഒരുപാട് വലിയ വീഡിയോ ആയി പോകുന്നതുകൊണ്ടാട്ടോ ഞാൻ കാണിക്കാണ്ടിരുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ മറു സൈഡും ചെയ്തെടുക്കുക. സർക്കിളൊക്കെ വരച്ചിട്ട് 6 വരച്ചിട്ട് അതേപോലെ തന്നെ ഫ്ലവർ ചെയ്യുക, പിന്നെ ലീഫ് ചെയ്യുക, പിന്നെ അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക ലീഫൊക്കെ കൊടുത്തതിന് ശേഷം. ഞാൻ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തെടുത്തു. ഇനി ഇതിനൊന്ന് ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് ബീഡ്സ് നമ്മൾ ആദ്യം എടുത്ത് വെച്ചില്ലേ, അത് ഈ ലീഫിൻ്റെ ഇടയ്ക്കൂടെ വെച്ച് കൊടുക്കുക. നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാട്ടോ ഉണ്ടാവുക. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ചിലർക്ക് ഇങ്ങനെ എംബ്രോയ്ഡറിയും നമ്മുടെ സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈനിങ് ഒക്കെ ഇഷ്ടമായിരിക്കും. അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. നമ്മുടെ 2020 ആദ്യത്തെ വീഡിയോ ആയിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും പറയണ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.